വി ലവ് സിനിമയുടെ ഈ ഗാനം മറക്കുമെന്ന സെഗ്മെന്റിലൂടെ ഞങ്ങൾ വിവിധങ്ങളായ വിഷയങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രശസ്തരായ സംഗീത സംവിധായകർ, പിന്നാമ്പുറ കഥകൾ, നിങ്ങൾക്ക് അറിയപ്പെടാതെ പോയ ഒരുപാട് കുറച്ച് പാട്ടുകളിലൂടെ ജീവിക്കുന്ന സംഗീത സംവിധായകരെ, എഴുത്തുകാരൊക്കെ. പക്ഷേ ഇത്തവണ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പാവം മനുഷ്യനെ കുറിച്ച് പറയാനാണ്. മറ്റാരുമല്ല, ഈയിടെ നമ്മെ വിട്ടുപോയ അറുമുഖൻ വെങ്കടങ്ങ്. ഇദ്ദേഹം ഒരുപാട് നാടൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട്. ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ, കാരണം കലാഭവൻ മണി പാടിയ നാടൻ പാട്ടുകൾ എല്ലാം ഹിറ്റ് അല്ലെങ്കിലും അറുമുഖൻ വെങ്കടങ്ങ് എഴുതിയ 99% പാട്ടുകളും ഹിറ്റെന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ് നോക്കി. പക്ഷെ അദ്ദേഹം അവസാന കാലത്ത് ഒരു വീട് പോലും ഇല്ലാത്ത കഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്നു. അതിന്റെ പിന്നാമ്പുറ കഥകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്തായിരുന്നാലും ആ പാട്ടിന്റെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സംഗീത വഴിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനായി ഞങ്ങൾ ജോസ് കടവിലിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. നമസ്കാരം. അദ്ദേഹത്തിന്റെ ഒരു ദുർവിധി എന്ന് പറയുന്നത് എലവത്തൂർ കായൽ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, മീശമാധവനിലെ. അദ്ദേഹം സിനിമയിലും പാട്ട് എഴുതിയിട്ടുണ്ട്. സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ പേര് അദ്ദേഹത്തിന്റെ പേരിലല്ല, പാട്ടിന്റെ പേര് എലവത്തൂർ കായൽ എന്ന് പറയുന്ന ഗാനം മീശമാധവൻ മാധുര്യമ്മ പാടിയ സംഗീതം. ഓ, ഈ പാട്ട് അദ്ദേഹം എഴുതിയതാണ്. പക്ഷേ സിനിമയിലെ ഇന്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹമാണ് ആ പാട്ട് എഴുതിയത്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് മറ്റൊരാൾക്കാണ്. നമ്മുടെ പേര് പറഞ്ഞ ശരിയാണ്. മറ്റൊരു കാര്യം, ഉടയോൻ എന്ന സിനിമയിലും ഭദ്രന്റെ സിനിമയിലും ഇതുപോലെ ഇതുപോലെയല്ല, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ മണിച്ചേട്ടൻ പാടിയ ആറുമുഖൻ വെങ്കടങ്ങ് എഴുതിയ പാട്ടുകളാണ് ഹിറ്റ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ഏറ്റവും മലയാളികൾ മറക്കാത്ത ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള പെൺകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയില് ഇടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയില് പിടയ്ക്കണ മീനാണേ. പക്ഷേ ഈ അടുത്തൊരു വിവാദങ്ങളിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ഒരു ഒഴുക്കാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിനെ സിനിമയിൽ നിന്നും ഒരുപാട് ഒഴിച്ചു നിർത്തി എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എന്താ പറയുക? അർഹിക്കുന്ന പരിഗണന പുള്ളിക്ക് കിട്ടിയില്ല. അല്ല, അത് ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ മകൻ ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞു. കാരണം സിനിമയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാതെ ഒഴിവാക്കി. പിന്നെ ഒരുപാട് തിക്ത ഫലങ്ങൾ അങ്ങനെ അനുഭവിക്കേണ്ടി വന്നു. പിന്നെ സ്വന്തം വീട് പോലും ഇല്ലാതെയാണ് അദ്ദേഹം മരിച്ചത്. പക്ഷേ ഈ അടുത്ത് അദ്ദേഹത്തിന് വീട് ബോബി ചെമ്മൻ നമുക്ക് ഓൺലൈനിലും അല്ലെങ്കിൽ ചാനലിലൂടെ ഒക്കെ അറിയാൻ സാധിച്ചു. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്ത് തന്നെ ആയിരുന്നാലും എന്തുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിനെ ഒഴിവാക്കി നിർത്താനുള്ള കാരണം എന്ന് താങ്കൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത്, ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ, ഇപ്പം അദ്ദേഹത്തിന്റെ മകൻ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ പാട്ടാണ് പാടുന്നതെന്ന് ആർക്കും അറിയില്ല. അതാണ് സംഭവം. ഇപ്പൊ ഈ ആറുമുഖൻ വെങ്കടങ്ങാണ് ഈ പാട്ട് എഴുതിയെന്ന് പലർക്കും അറിയില്ല. പക്ഷെ അദ്ദേഹം ചത്ത് മണ്ണടിച്ച് മുകളിൽ നിൽക്കുന്നെങ്കിൽ അതെ, അതാണ് ഇപ്പോഴത്തെ ഗായികമാരല്ലേ, പ്രസീത ചാലക്കുടി അടക്കം വേദികളിൽ ഒരുപാട് പ്രതിഫലം പറ്റി അദ്ദേഹത്തിനെ കൊണ്ട്, അല്ലെ അദ്ദേഹത്തിന്റെ പേരിൽ ആ പാട്ടുകൾ പാടിയാണ് അവരൊക്കെ. അതൊന്നും അദ്ദേഹം തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ പറയുന്നത്. കാരണം അത്രയ്ക്ക് അദ്ദേഹം പോയെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. അതെ, ഇദ്ദേഹം എഴുതിയ പാട്ടുകളാണ്. ആറുമുഖൻ വെങ്കടങ്ങാണ് ഈ പാട്ടിന്റെ പിന്നിലെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലാണ് ഇപ്പം പകല് മുഴുവൻ പണിയെടുത്ത്, പിന്നെ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ എന്ന് തുടങ്ങുന്ന പാട്ടുകൾ ആറുമുഖൻ വെങ്കടന്റേതാണെന്ന് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്. അതാണ് ഇതിന്റെ ഒരു അപജയം എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മൾ ഇതിന്റെ പിന്നാമ്പുറത്ത് പോകേണ്ടതാണ്. ഇതാരാണ് എഴുതിയത്, അല്ലെങ്കിൽ പാടുന്ന വ്യക്തി പറയണം ഇത് എഴുതിയ ആൾ ഇതാണ്. പക്ഷെ ആ പാടുന്ന വ്യക്തികൾ പോലും അദ്ദേഹത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഒരു ദുഃഖ സത്യം, അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു മറ്റൊരു ഗാനം, പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ.
ഓടണ്ട ഓടണ്ട ഓടിത്തളരേണ്ട, ഓമനപ്പൂമുഖം വാടിടേണ്ട. ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ്മ നൽകാം. ടാറിട്ട റോഡാണ്, റോഡിന്റെ അരികാണ്, വീടിനടയാളം ചുമക്കുന്ന. ടാറിട്ട റോഡാണ്, റോഡിന്റെ അരികാണ്, വീടിനടയാളം ചുമക്കുന്ന. ഈ വരിയിൽ പറയും പോലെ തന്നെ അദ്ദേഹത്തിന്റെ മോൻ അവസാനം പറഞ്ഞ അദ്ദേഹത്തിന്റെ കഷ്ടതകളെ കുറിച്ചാണ്. എന്തോ അദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണന കിട്ടിയില്ല. എന്നാലും ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ഇനിയുള്ള കാലം, ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ജീവിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.